യിൽ നിന്ന് പമ്പയിലേക്കുള്ള യാത്രയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കണ്ണമലയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലമെന്ന് പറയുന്നത്. ഏകദേശം 5:45-നാണ് കണ്ണമലയിൽ നിന്ന് എരുമേലിയിൽ നിന്ന് ഞങ്ങൾ യാത്ര തുടങ്ങുന്നത്. മുക്കൂട്ടുതറ ഒരു 6 മണിയാകുന്ന സമയത്ത് മുക്കൂട്ടുതറ എത്തി. മുക്കൂട്ടുതറയിൽ നിന്ന് ഈ കണ്ണമല വരെയുള്ള ദൂരമെന്ന് പറയുന്നത് ഒരു 7-7.5 കിലോമീറ്റർ മാത്രമാണുള്ളത്. ആ 7.5 കിലോമീറ്റർ ഞങ്ങളുടെ വണ്ടി ഓടിയെത്താനെടുത്ത സമയം എന്ന് പറയുന്നത് 1.5 മണിക്കൂർ സമയമാണ്. അതായത് 7.5 കിലോമീറ്റർ വണ്ടി ഓടിയെത്തണമെങ്കിൽ 1.5 മണിക്കൂർ സമയം വേണ്ടി വന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേ സമയത്ത് തന്നെ കൺട്രോൾ റൂമിലും പോലീസിനുമൊക്കെ തന്നെ ഞങ്ങൾ വിളിച്ച് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. എന്താണ് ഇത്തരത്തിൽ തിരക്ക്, മറ്റെന്തെങ്കിലും തരത്തിലുള്ള നിയന്ത്രണമോ ഒക്കെ തന്നെ ഉണ്ടോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ ഈ സമയത്തും, അതായത് നമ്മളിപ്പോൾ ഈ പറയുന്നത് ഒരു അരമണിക്കൂർ മുൻപുള്ള കാര്യം മാത്രമാണ്. ആ സമയത്ത് പോലും മറ്റങ്ങനെ തരത്തിലുള്ള ഒരു നിയന്ത്രണവും ഇല്ല. വാഹനങ്ങളൊക്കെ തന്നെ സുഖമായി പോകുന്നുണ്ട്. നേരത്തെ ഉച്ചയ്ക്ക് ഇവിടെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ ആ സമയത്തുണ്ടായിരുന്നു. പിന്നീട് മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ തന്നെ പറയുന്നുണ്ട്, നമ്മൾ ഈ തിരക്കിൽ പെട്ട് കിടക്കുകയാണെന്നൊക്കെ പറയുന്ന സമയത്ത് അത് പരിശോധിച്ച ശേഷം പറയാം ഒരു മറുപടിയൊക്കെയാണ് കൺട്രോൾ റൂമിൽ നിന്നും അതൊക്കെ തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഉണ്ടാകുന്നത്. അതായത് ഈ സമയത്ത് പോലും എരുമേലിയിൽ നിന്ന് കണ്ണമലയിലേക്ക് വരുന്ന ഒരു ദൂരം, ആ ദൂരം കവർ ചെയ്യുന്നതിന് വേണ്ടി 1.5-2 മണിക്കൂർ ഈ ഭക്തർ എടുക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേ തിരക്ക് തന്നെ കണ്ണമലയിൽ നിന്ന് അങ്ങോട്ട് നിലയ്ക്കൽ, അതിനുശേഷം സന്നിധാനം വരെയുള്ള സമയത്തൊക്കെ തന്നെ ഇതേ തരത്തിലുള്ള ഒരു നിയന്ത്രണവും തിരക്കുമൊക്കെ തന്നെ ശബരിമല ഈ ഭക്തർ നേരിടുന്നുണ്ട്. എന്തായാലും ഈ ആദ്യ ദിവസങ്ങൾ തന്നെ വൃശ്ചികം 1-ന് തന്നെ ഇത്തരത്തിലൊരു വലിയ തരത്തിലുള്ള വീഴ്ച ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒരു എല്ലാ വകുപ്പുകളെയും കൂട്ടി യോജിപ്പിച്ച് മുന്നോട്ട് പോകുന്നതിൽ ദേവസ്വം ബോർഡിനെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഴ്ച ഉണ്ടായി എന്നതിൻ്റെ ഏറ്റവും വലിയ പ്രകടമായ തെളിവാണ്. ഈ സമയത്ത് പോലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ബ്ലോക്ക് ഈ പറയുന്ന എരുമേലിയിലും കണ്ണമലയിലുമൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത്.